കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന തൃശ്ശൂർ അതിരൂപതയുടെ മുൻ മെത്രാപ്പോലീത്ത അഭിനന്ദനായ ജേക്കബ് തുങ്കിഴി പിതാവ് തൻ്റെ ഈ ലോക ജീവിതം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് കടന്ന് പോയിരിക്കുകയാണല്ലോ. പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാവേൽ തട്ടിൽ പിതാവിനോടും, തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്തൻ ആർച്ച് ബിഷപ്പ് അഭിനന്ദനായ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോടും, സഹായമെത്രാൻ ടോണി പിതാവിനോടും, എല്ലാ വൈദികരോടും സന്യസ്തരോടും ദൈവജനത്തോടും ബത്തേരി രൂപതയ്ക്കുള്ള എനിക്കുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. വന്യ ജേക്കബ് തുങ്കിഴി പിതാവ് ഭാരത സഭയ്ക്കും കേരള സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും അതുല്യമായ നേതൃത്വമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ളത്. അദ്ദേഹം മാനന്തവാടി രൂപതയുടെ മെത്രാനായും താമരശ്ശേരി രൂപതയുടെ മെത്രാനായും പിന്നീട് തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും ആയിരിക്കുന്ന അവസരത്തിൽ സഭയുടെ വളർച്ചയും വികാസവുമെല്ലാം വളരെ ക്രമീകൃതമായി നടത്തുന്നതിൽ വളരെയേറെ സമർപ്പണം നടത്തിയ ഒരു പിതാവാണ്. ഈ പിതാവിനെ വ്യക്തിപരമായി ഞാൻ അടുത്തറിയുന്നത് എൻ്റെ മെത്രാഭിഷേക അവസരത്തിൽ പിതാവ് തിരുവനന്തപുരത്ത് വരികയും വചന സന്ദേശം നൽകുകയും ചെയ്യുന്ന ആ ഒരു അവസരത്തിലാണ് പിതാവിനെ അടുത്ത് മനസ്സിലാക്കുവാനായിട്ടിടയായിട്ടുള്ളത്. അന്ന് പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞ ആശയങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു മെത്രാൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം, യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നവനായിരിക്കണം, ലാളിത്യമുള്ളവനായിരിക്കണം, മറ്റുള്ളവരോട് കരുതലുള്ളവരായിരിക്കണം, നല്ല അതിഥി സ്നേഹമുള്ളവരായിരിക്കണം തുടങ്ങിയ നല്ല സന്ദേശങ്ങൾ പിതാവ് വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും ഹൃദ്യമായ രീതിയിൽ പറഞ്ഞത് ഇപ്പോൾ ഞാൻ അനുസ്മരിക്കുകയാണ്. പിതാവ് അപ്രകാരം പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം യേശുവിനോടൊപ്പം നടന്ന് പ്രാർത്ഥിച്ച് നല്ല ലാളിത്യത്തോടും വിനയത്തോടും മറ്റുള്ളവരോടുള്ള നല്ല കരുതലോടും നല്ല സമർപ്പണത്തോടുമൊക്കെ ആചാര്യ ശുശ്രൂഷ പൂർത്തിയാക്കിയ ശ്രേഷ്ഠ ആചാര്യനാണ് ജേക്കബ് തുങ്കിഴി പിതാവെന്ന് പല അവസരത്തിലും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരു ശ്രേഷ്ഠാചാര്യൻ്റെ ശുശ്രൂഷ വളരെ ദൈവ കൃപയോടുകൂടി നിറവേറ്റുവാനും തൃശ്ശൂർ പോലെയുള്ള അതിശക്തമായ രൂപതയെ കാലഘട്ടത്തിന് അനുസരിച്ച് നയിക്കുവാനും അനേകം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും പിതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. സന്യാസ ജീവിതം സഭയുടെ ആത്മീയ നവീകരണത്തിന് വളരെയേറെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ പിതാവ്
ക്രിസ്തുദാസി സന്യാസ സമൂഹം സ്ഥാപിക്കുകയും അനേകം സന്യാസിനിമാരുടെ സേവനം സഭയ്ക്ക് ലഭ്യമാക്കുകയും ചെയ്തു. അങ്ങനെ ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും ദൈവാധീനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉത്തമമായ നേതൃത്വം കൊടുക്കുവാൻ ജേക്കബ് തൊങ്കുഴി പിതാവ് വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. പിതാവിൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും വേദനാജനകമാണ്. അദ്ദേഹം നൽകിയ നല്ല കാഴ്ചപ്പാടും നേതൃത്വവും കാത്ത് സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ജേക്കബ് തൊങ്കുഴി പിതാവിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി അനുശോചനം അറിയിക്കുകയും പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.